ഹലോ, ഞാൻ ഡോക്ടർ സഹവർഷ. കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രക്കല്ല്. ഈ സ്റ്റോണിന്റെ കല്ലിന്റെ സൈസ് അനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് അഥവാ ചികിത്സ എങ്ങനെ വേണമെന്ന് നമുക്ക് തന്നെ ഏകദേശം ഒരു തീരുമാനം എടുക്കാം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സ്റ്റോൺ ഏകദേശം ഒരു 2 to 10 mm വരെയാണ്. മീൻസ് മോസ്റ്റ് ആളുകൾക്കും അത്രയാണ് ഉണ്ടാവുക. പക്ഷെ അതിന് കൂടുതൽ 10 mm കൂടുതൽ സൈസിൽ കല്ല് വരുന്നവരൊക്കെ ഉണ്ട്. ഞാനത് ഏകദേശം സൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഇപ്പൊ കിഡ്നി വൃക്കയിൽ നിന്ന് 2 യുറേറ്റർ ഉണ്ട്. ഈ യുറേറ്റർ വഴി ഇത് ബ്ലാഡറിലോട്ട് പോയി പിന്നെ അവിടുന്ന് യുറേറ്റർ വഴിയാണ് ഈ കല്ല് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ കിഡ്നിയിൽ യുറേറ്റർ വഴി പോവാന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനായാലും ആണിലായാലും ഈ യുറേറ്ററിന്റെ ഒരു ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 3 to 5 mm ആണ്. പെണ്ണിനും ആണിലും അങ്ങനെ അനാറ്റമിക്കലി അങ്ങനെ വലിയ മാറ്റമല്ല, എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം ഒരു 3 to 5 mm ആണ്. അപ്പൊ ഒരു 4 mm താഴെ വരുന്ന കല്ല് സുഖമായിട്ട് ഈ യുറേറ്റർ വഴി ബ്ലാഡർ വഴി പിന്നെ യുറേറ്റർ വഴി പോകും. പക്ഷെ 4 mm to 7 mm വരെയൊക്കെ വരുന്ന കല്ല് കുറച്ച് ബുദ്ധിമുട്ടാണ് പോകാൻ. കാരണം അത് യുറേറ്റർ വഴി പോകണം. ഒരു 3 to 5 mm ഈ ഡയമീറ്ററിലെ യുറേറ്റർ വഴി പോയിട്ട് പിന്നെ അത് ബ്ലാഡർ എത്തി എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് അത് യുറേറ്റർ വഴി പോകുമ്പോൾ ഒരു ലേഡീസിന് മീൻസ് വിമന് ഏകദേശം യുറേറ്ററിന്റെ ഡയമീറ്റർ വരുന്നത് എന്ന് പറഞ്ഞു 6 mm ആണ് ഡയമീറ്റർ. ഏകദേശം റഫ്ലി 6 mm ആണ് വരുന്നത്. എന്നാൽ ഒരു ആണിന് ഒരു മെയിലിന് പറയുമ്പോൾ അവരെ യുറേറ്ററൊക്കെ പല പാർട്ടുണ്ട്. മെംബ്രേനസ് യുറേറ്റർ, പ്രോസ്റ്റേറ്റിക് യുറേറ്റർ, അങ്ങനെ ഒരു യുറേറ്ററിനെ പല പാർട്ടിലൂടെ പാസ് ചെയ്യുന്നത്. അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു വിസ്താരം കുറഞ്ഞൊരു പാർട്ടുണ്ട്, നാരോവസ്റ്റ് പാർട്ട്, ഇടുങ്ങിയൊരു പാർട്ടുണ്ട്. അത് വരുന്നത് ഒരു ഏകദേശം 5 to 6 അല്ലെങ്കിൽ 5 to 7 mm ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. പക്ഷെ അവർക്ക് നല്ല ഡയലേറ്റഡ് ആയിട്ടുള്ള യുറേറ്ററിന്റെ പോർഷനും ഉണ്ട്. അതൊരു ഏകദേശം 8 to 10 mm വരുന്നത്. പക്ഷെ കല്ലി മൊത്തത്തിൽ പാസ് ചെയ്ത് പുറത്തോട്ട് പോകണല്ലോ. അപ്പൊ ഒരു 4 to 6 mm ഉള്ളതാവുമ്പോഴേ വെള്ളം പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കേഷനും കൂടി കൂടെ എടുക്കേണ്ടി വരും. അപ്പൊ ഒരു 7 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 8 mm to 10 mm അതിന്റെ മുകളിലുള്ള കല്ല് എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് പുറത്തോട്ട് പോകാൻ. അപ്പൊ നമുക്ക് പല മെഡിക്കൽ ഇന്റർവെൻഷൻസും നോക്കേണ്ടി വരും. അത് പൊട്ടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നതും അപ്പം നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസും ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഈ കല്ല് നമ്മുടെ നോർമൽ ആയിട്ടുള്ള യൂറിൻ ഫ്ലോവിനെ ഈ കല്ല് ബുദ്ധിമുട്ട് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഈ കിഡ്നിയിൽ വീക്കം വരും. അതാണ് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ